എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ കുസാറ്റ് കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ മഹാരാജാസ് ഫറൂഖ് കോളേജ്, അതുപോലെ യൂണിവേഴ്സിറ്റീസും അതുപോലെ ഓട്ടോണോമസ് കോളേജസും ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് കൊണ്ടുപോവേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകാനായിട്ട്, അതായത് അപേക്ഷയല്ല, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ യൂണിവേഴ്സിറ്റിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഒരു മാൻഡേറ്ററി ആയിട്ട്, അത് നിർബന്ധമായിട്ടും ആ ഒരു സീറ്റ് ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്ത് ആക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടച്ച് ആ ഒരു സീറ്റ് സെക്യൂർ ചെയ്യേണ്ടതാണ്. ചില യൂണിവേഴ്സിറ്റികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോളേജിൽ പോയിട്ട് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റോ അഡ്മിഷൻ എടുക്കാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം ചില യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും നിബന്ധനകൾ അതത് യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വിദ്യാർത്ഥികൾ ഹാജരാക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത്, നിങ്ങൾ ഓൺലൈൻ അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അപേക്ഷയുടെ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത്, നിങ്ങൾ ഓൺലൈനായിട്ട് ആ ഒരു രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചിട്ടുള്ളത്, ഓൺലൈനായിട്ട് അടച്ചതിൻ്റെ ആ ഒരു റെസിപ്റ്റാണ്. അതായത് ആദ്യം നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾ അടച്ച രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചപ്പോൾ ഓൺലൈനായിട്ട് അടച്ച ആ ഒരു ഫീസ് എന്നിവയുടെ റെസിപ്റ്റാണ് വേണ്ടത്. അതായത് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, അതായത് ക്വാളിഫയിങ് എക്സാമിനേഷൻ, അപ്പോൾ +2 സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ +2 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ജൂണിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു +2 സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ ആണ് ആവശ്യമായിട്ടുള്ളത്. അടുത്തതായിട്ട് വിദ്യാർത്ഥികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റും ഉപയോഗപ്പെടുത്താം. നിങ്ങൾ അവസാനമായിട്ട് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നൽകിയിട്ടുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതായത് TC ആണ് വേണ്ടത്. അടുത്തത് കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ അവസാനമായിട്ട് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ അന്ത്യോജന അന്യായോജന AAY ആൻഡ് അതുപോലെ തന്നെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്, അതായത് PHH കാറ്റഗറി സർട്ടിഫിക്കറ്റ്, EWS, അതായത് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS സർട്ടിഫിക്കറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമായിട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ, അതാണ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടത്. അടുത്തത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ SCBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആണ് എങ്കിൽ, SCBC വിഭാഗം എന്ന് പറഞ്ഞാൽ അതിൽ OBC ഉണ്ട്, അതുപോലെ തന്നെ OBH ഉണ്ട്, അതുപോലെ തന്നെ പല വിഭാഗത്തിലുള്ള ആ ഒരു നോൺ ക്രിമിനൽ SCBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു പ്രോസ്പെക്ടസിൽ SCBC എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ SCBC ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. ഇനി അടുത്തതായിട്ട് വേണ്ടത്, നിങ്ങളുടെ ആ ഒരു ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ബോണസ് മാർക്ക് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് NCC, NSS, അതുപോലെ തന്നെ SPC, അതുപോലെ ഉള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബോണസ് പോയിൻറ്റോ, അതായത് ചില യൂണിവേഴ്സിറ്റികൾ ബോണസ് പോയിൻറ്റ്, ചില യൂണിവേഴ്സിറ്റികൾ ഗ്രേസ് മാർക്ക് ആണ് നൽകുന്നത്. അപ്പോൾ അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഒറിജിനൽ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ കൊണ്ടുപോവേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഒരു ബോർഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്നിവയിലെ എക്സാമിനേഷൻ ആണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് എങ്കിൽ, അതായത് അങ്ങനെ ഉള്ള അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് നിങ്ങൾ ഇക്വലൻ്റ് എക്സാമിനേഷനാണ് എഴുതിയത്, അതായത് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേരള, VHSC കേരള, THSLC കേരള, NIOS, അതുപോലെ കേരള ലിറ്ററസി മിഷൻ, CBSE, CISCE ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഇക്വലൻ്റ് എന്നിങ്ങനെയുള്ള ഇതിന് പകരം മറ്റെന്തെങ്കിലും ആണ് നിങ്ങൾ, അതായത് ഇതിനോടൊപ്പം, അതായത് ഇക്വലൻ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ, നിങ്ങൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റെക്കഗ്നൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ അതത് യൂണിവേഴ്സിറ്റികളിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും.
അത് അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടതായിട്ട് വരും. അതായത് കേരളത്തിലെ +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ THSC കേരള, അതുപോലെ NIOS കേരള ലിറ്റററി മിഷൻ, CBSE, IC അതായത് CISSE അല്ലെങ്കിൽ സ്റ്റേറ്റ് സെൻട്രൽ ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ. ഇങ്ങനെ ഇതിൽ ഒന്നുമല്ല നിങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇക്വലൻ്റ് ആയിട്ടുള്ള യോഗ്യതയാണ് നിങ്ങൾ നേടിയതെങ്കിൽ ഈ ഒരു അതത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട ഈ ഒരു റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ നാറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് ഈ ഒരു അപേക്ഷ നൽകിയപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കണം. അതുപോലെ തന്നെ ഇനി റിലവൻറ്റ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ മറ്റെന്തെങ്കിലും ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് അപേക്ഷയിൽ നൽകിയിട്ടുണ്ട്, അതായത് നിങ്ങളുടെ റിസർവേഷൻ, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതുപോലെ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റുകൾ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയപ്പോൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള ഫീസ് എത്രയാണ്, നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻറ്റുകളും വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.